Hi friends, welcome to Capture Kit. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന 5 ക്രിയേറ്റീവ് മൊബൈൽ ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത ഫോട്ടോസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈസി മൊബൈൽ ഫോട്ടോഗ്രാഫിയാണ്, അതായത് ആർക്കും എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. So without wasting any time, let's get started the video. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 2 ബുക്കാണ്, പിന്നെ കുറച്ച് മുളക് വേണം. അതായത് നമുക്ക് ഹോട്ട് എഴുതാൻ വേണ്ടിയിട്ട് റെഡ് ചില്ലി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ബുക്ക് എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ എന്ത് ചെയ്തു, മുളക് വെച്ചിട്ട് ഇങ്ങനെ ഹോട്ടിന്ന് വെച്ചു. അതായത് എന്ത് ചെയ്തു, കറക്റ്റ് റെഡിയാക്കിയിട്ട് ഹോട്ടിന്ന് ബുക്കിൻ്റെ മേലെ വെച്ചു. അപ്പോൾ ഇത് പല ക്രിയേറ്റീവിലൊക്കെ ചെയ്യാം കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് മേലേന്ന് അതായത് ബുക്കിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ, അതായത് നമ്മൾ ലാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കാണ്, പിന്നെ രണ്ടാമതായിട്ടെന്ന് വെച്ചാൽ ഒരു പേപ്പർ വേണം, പിന്നെ ഒരു മൊബൈൽ വേണം. അതായത് നമുക്ക് ഡിസ്പ്ലേ, അതായത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഫോട്ടോ എടുപ്പിലേക്ക് പോകാം. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കിൻ്റെ പേജ് കീറി എന്നിട്ട് അത് ചുരുട്ടിയിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് ഇട്ടിച്ചു. അതിന് ശേഷം എന്താ ചെയ്തത്, നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ട മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ സ്കൈന്ന് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു ഇമേജ് കിട്ടും. എന്നിട്ട് അത് സൂം ചെയ്തിട്ട് എന്ത് ചെയ്തു, മൊബൈലിൽ ഡിസ്പ്ലേ വെക്കുക. കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈലിൽ വെച്ചു, കാരണം ചെറിയ ഹോളല്ലേ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ, അതായത് നമ്മൾ റോൾ ചെയ്ത പേപ്പർ ഇതിൻ്റെ മേലെ വെക്കുക, അതായത് ഈ മൊബൈലിൽ ഇപ്പുറത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ നേരം എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മേലോട്ടൊക്കെ നോക്കിയിട്ട് ഫോട്ടോ എടുക്കില്ലേ. ഇപ്പം നല്ലൊരു സ്കൈ വരുന്ന ടൈമിലൊക്കെ ഫോട്ടോ എടുക്കുന്ന പോലെ ആയിരിക്കും. ഇപ്പം മഴക്കാലമാണ്, അപ്പോൾ പിന്നെ സ്കൈ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ പിക്സാർട്ടിലേക്ക് ഈ ഫോട്ടോ ആഡ് ചെയ്യും. എന്നിട്ട് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എടുത്തിട്ട് എയറോപ്ലെയിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരും. എന്ത് ചെയ്തു, അതെടുത്തിട്ട് ഇതിൻ്റെ സ്കൈയിൽ നടുക്കൊണ്ട് വയ്ക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മേലോട്ട് വെക്കുമ്പം എടുക്കുന്ന പോലെ ആയിരിക്കും, വെറൈറ്റി ഫോട്ടോ ആയിരിക്കും. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ, അതായത് നമ്മൾ ലാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഫോട്ടോൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് 3. ഇപ്പോൾ മൂന്നാമത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോയാണ്. അതായത് എന്ത് ചെയ്തു, നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെല്ലോ ടേപ്പ്, ഒരു മൊബൈൽ ഫോണ്, പിന്നെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഈ സെല്ലോ ടേപ്പ് തന്നെ വൈറ്റ് ട്രാൻസ്പാരൻറ്റ് സെല്ലോ ടേപ്പ് ഇല്ലേ, അത് ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പീസ് എടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി. പിന്നെ മൊബൈൽ വേറെ ഒരെണ്ണം കൂടെ എടുക്കാൻ. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഇപ്പോൾ ഫേസ് മാസ്ക് വാൾപേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് HD എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചു കൊടുക്കാൻ തന്നെ പലതരത്തിലുള്ള മാസ്ക് ജോക്കറിൻ്റെ ഒക്കെ വരും. ഞാനിപ്പോൾ ഒരു മാസ്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, മൊബൈലിനകത്ത് വെച്ച് സൂം ചെയ്ത് ലോക്കാക്കി വെച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ 2 സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിനകത്ത് ഓരോരോ തുള്ളി വാട്ടർ ഡ്രോപ്പ് വെച്ചു. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോ എടുക്കാൻ നേരം ഈ ഫേസ് നമ്മുടെ ഈ വാട്ടർ ഡ്രോപ്പിൽ എല്ലാത്തിലും കിട്ടും. അത് നല്ല ക്രിയേറ്റീവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറേ വാട്ടർ ഡ്രോപ്പ് അതിനകത്ത് വെച്ച് കൊടുത്തു പെൻസിൽ വെച്ചിട്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് വെച്ചു. എന്നിട്ട് മൊബൈൽ എടുത്തു, കറക്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കും. സൂം ചെയ്യുമ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് വരണം കേട്ടോ. ഇപ്പോൾ ഈ വാട്ടർ ഡ്രോപ്പിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മാസ്കും കാര്യങ്ങളും, അതായത് ആ ഫേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ സൂം ചെയ്യോ, അതായത് മാസ്ക് ഫോണിൽ വെച്ചാൽ അടിയിൽ വെച്ച ഫോൺ സൂം ചെയ്യോ സൂം ഔട്ട് ചെയ്തൊക്കെ കറക്റ്റ് വെക്കാം. എന്നിട്ട് പല ആംഗിളിൽ നിന്ന് എടുക്കണം. അതായത് ഈ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മൾ സെയിം ആംഗിളിൽ നിന്നാകുമ്പോൾ കിട്ടില്ല. അപ്പം ആംഗിൾ മാറ്റി നോക്കാൻ നേരം കറക്റ്റായിട്ട് എല്ലായിടത്തും മാസ്ക് വരും. അതായത് എന്ത് ചെയ്തു, വാൾപേപ്പർ HD ഫേസ് ഇതിനകത്ത് വരും. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ, അതായത് ലാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇതാണ്. ഇപ്പോൾ മൂന്നാമത്തെ ഫോട്ടോയും എടുത്തു. ഇനി നമുക്ക് 4ാമത്തെ ഫോട്ടോ എടുക്കാം. അപ്പോൾ 4ാമത്തെ ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ 4ാമത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ആണ്, പിന്നെ 2-3 എഗ്ഗ് വേണം. ബ്ലാക്ക് ചാർട്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് മേശപ്പുറത്ത് വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് നേരെ തിരിച്ചു വെച്ചു. അതിനുശേഷം മേലെ ഒരു എഗ്ഗ് വെച്ചു, അതിൻ്റെ മേലെ ഒരു എഗ്ഗ് വെച്ചു, അതിൻ്റെ മേലെ ഒരു എഗ്ഗ് വെച്ചു. അപ്പോൾ ഇത് എന്ത് ഫോട്ടോ എടുക്കാൻ നേരം ക്യാച്ച് ഇറ്റ് അല്ല, ഇതിങ്ങനെ താഴെ വീഴുന്ന പോലെ ആയിരിക്കും. അതായത് മൊബൈൽ ഫോൺ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഫോട്ടോ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് എനിക്കൊരു ഗുമ്മ് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ നേരെ സ്നാപ്സീഡ് ഇട്ടിട്ട് എന്ത് ചെയ്തു,
കർവിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നേരെ ഫോട്ടോ എടുത്ത് ഒന്നുകൂടി എന്ത് ചെയ്തു ഈ ബ്ലാക്ക് സംഭവം കയറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ രസം അത് എടുക്കുന്നുള്ളൂ. അപ്പോൾ 4ാമത്തെ ഫോട്ടോൻ്റെയും പരിപാടി കഴിഞ്ഞു. അപ്പോൾ 4ാമത് നമ്മൾ ലാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് 5ാമത്തെ ഫോട്ടോ എടുക്കാം. 5ാമത്തേന്ന് വെച്ചാൽ വെറൈറ്റി ഫോട്ടോയാണ്. അതായത് ഈ മൊബൈൽ ഫോണിൽ വലിയ ക്ലിയറോ അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും മാറ്റാൻ അറിയാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ അതിനായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. ഇതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഗൂഗിളിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും എടുക്കും. അതിന് ശേഷം പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോയിട്ട് മഞ്ചിന്ന് അടിച്ചു കൊടുക്കുക. അപ്പം മഞ്ചിൻ്റെ ഒരു സ്റ്റിക്കർ വരും. അപ്പോൾ നേരെ വെക്കുക. മഞ്ചോ സ്നിക്കേഴ്സോ അങ്ങനെ ഏതെങ്കിലും വെക്കാം. ഗാലക്സി അങ്ങനത്തെ ടൈപ്പൊക്കെ എന്ത് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാൻ മഞ്ചെടുത്തു. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിയൻസ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. അപ്പോൾ മിനിയൻസ് ഇങ്ങനെ മേലോട്ട് തൂങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടും. അപ്പോൾ മിനിയൻസ് എടുത്ത് വെക്കുക. അതിന് ശേഷം ഇത് ഫയർന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ റോക്കറ്റിൻ്റെ ഒരു ഫയർ വരും. നേരെ എടുത്ത് വെക്കുക. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കൊന്നും വേണ്ട. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എടുക്കുക. അതായത് വലിയ ക്ലിയറും കാര്യങ്ങളും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വെച്ചൊരു ഫോട്ടോയാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ അതായത് ഇന്നെടുത്ത ഫോട്ടോയിൽ ഏത് ഫോട്ടോയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരെയും ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വന്ന് മെസ്സേജ് അയക്കാം. പിന്നെ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്നെ ടാഗ് ചെയ്യുമോ മെൻഷൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. I love everything. Fire spreading all around my room. My world's so bright, it's hard.